മാത്തമാറ്റിക്കൽ റീസണിങ് ചാപ്റ്റർ 14. നമുക്ക് കുറച്ച് ലോജിക് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഈ ചാപ്റ്റർ ആദ്യം തുടങ്ങുന്നത് സെൻറ്റൻസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ ഗ്രാമർ പഠിക്കുമ്പോഴേ പഠിക്കുന്നതാണ് സെൻറ്റൻസ് എന്താണെന്ന്. നമുക്കറിയാം സെൻറ്റൻസ് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? കുറച്ച് വേർഡ്സുകളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് സെൻറ്റൻസ് കിട്ടുന്നത്. ഈ വേർഡ്സുകൾ കൂട്ടിച്ചേർക്കണതിന് നമുക്കറിയാം കുറച്ച് ഓർഡർ ഉണ്ടല്ലേ. അതിന് നമ്മൾ ലോസ് ഓഫ് ഗ്രാമർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസിനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. അതായത് സെൻറ്റൻസ് ഒന്നെങ്കിൽ എന്തെങ്കിലും കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലും സ്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പല പല സെൻറ്റൻസുകളുണ്ട്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, അങ്ങനെ കുറേ സെൻറ്റൻസുകൾ ഉണ്ട്. ഈ സെൻറ്റൻസുകളിൽ നിന്നെല്ലാം നമുക്കൊരു കംപ്ലീറ്റ് ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുള്ള ഒരു ഐഡിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സെൻറ്റൻസ് എപ്പോഴാണ് സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്? മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് ട്രൂ ഓർ ഫാൾസ് ആകണം എങ്കിൽ നമുക്കതിനെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. If a sentence can be classified as true or false, it is called a statement. ഒരു സെൻറ്റൻസ് ഒന്നെങ്കിൽ ശരിയായിരിക്കണം അല്ലെങ്കിൽ തെറ്റായിരിക്കണം എങ്കിൽ നമുക്കതിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കാം. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇതിനൊരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. അതെന്താണ്? എ സെൻറ്റൻസ് ഈസ് കോൾഡ് എ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. പക്ഷെ ഒരിക്കലും ഒരു സെൻറ്റൻസ് എന്താകത്തില്ല, ശരിയും തെറ്റും ആകത്തില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാകും. ഒന്നാമത്തെ എക്സാമ്പിൾ, 2 + 2 = 4. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 കിട്ടും. ഇപ്പോൾ നമുക്കറിയാം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിളിക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ, ദ സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. ഇതൊരു ജനറൽ ട്രൂത്ത് ആണല്ലേ, നമുക്കറിയാം ഇത് ശരിയാണ്, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് ട്രൂ ആണ്. ഈ സെൻറ്റൻസ് ട്രൂ ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. 7 ഈസ് എൻ ഈവൺ നമ്പർ. 7 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. നമുക്കറിയാം ഈ സെൻറ്റൻസ് തെറ്റാണ്. കാരണം എന്താണ്? 7 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് നമുക്ക് അറിയാം. അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റായത് കൊണ്ട് തന്നെ എന്താണ്? ഈ സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. എ സെൻറ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ട്രൂ ഓർ ഫോൾസ്, ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. സെൻറ്റൻസ് ഒന്നെങ്കിൽ തെറ്റായിരിക്കണം അല്ലെങ്കിൽ ശരിയായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു സെൻറ്റൻസും ട്രൂവും ഫോൾസും ഒരുമിച്ച് വരത്തില്ല. ഒരിക്കലും ഒരു സെൻറ്റൻസ് ശരിയും തെറ്റും ആകത്തില്ല. ഇനി ഓപ്പൺ സെൻറ്റൻസ്. സെൻറ്റൻസ് ഇൻവോൾവിങ് വേരിയബിൾ ഈസ് കോൾഡ് ഓപ്പൺ സെൻറ്റൻസ്. സെൻറ്റൻസിൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഓപ്പൺ സെൻറ്റൻസ് എന്ന് വിളിക്കും. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് ഉള്ള സെൻറ്റൻസിനെയാണ് ഓപ്പൺ സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ടുമോറോ ഈസ് മൺഡേ. ടുമോറോ ഈസ് മൺഡേ എന്ന് പറയുന്ന സെൻറ്റൻസ് നമുക്കറിയാം ട്രൂ ആകുന്നത് നമ്മൾ ഈ സെൻറ്റൻസ് ഞായറാഴ്ച പറഞ്ഞാൽ മാത്രമേ ടുമോറോ ഈസ് മൺഡേ, നാളെ തിങ്കളാഴ്ചയാണ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് ട്രൂ ആകത്തുള്ളൂ. നമ്മൾ ചൊവ്വാഴ്ചയാണ് പറയുന്നതെങ്കിൽ, ടുമോറോ ഈസ് മൺഡേ എന്ന് പറയുന്നതെങ്കിൽ അത് ഫോൾസ് ആകും. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത് പറയുന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെൻറ്റൻസ് ട്രൂ ഓർ ഫോൾസ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറയുന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ശരിയും തെറ്റും ആകുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x+2 = 5. x+2 = 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സിന് 3 കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു സെൻറ്റൻസ് ട്രൂ ആകുന്നത് അല്ലേ. എക്സിന് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ ഈ ഒരു സെൻറ്റൻസ് ഫോൾസ് ആകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെൻറ്റൻസ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആകുന്നത്, സെൻറ്റൻസ് ശരി അല്ലെങ്കിൽ തെറ്റ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ ഓപ്പൺ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്.
ഇനി ട്രൂത്ത് വാല്യൂ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകാം, അല്ലെങ്കിൽ അത് തെറ്റാകാം. ഇതിനെയാണ് നമ്മൾ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. ദ ട്രൂത്ത് ഓർ ഫോൾസ്ഹുഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് അല്ലെങ്കിൽ ഫോൾസ്ഹുഡ്, അതിൻ്റെ ഒന്നെങ്കിൽ ശരിയാകണം അല്ലെങ്കിൽ അത് തെറ്റാകണം, അതിനെയാണ് നമ്മൾ ട്രൂത്ത് വാല്യൂ എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സസൈസ് 14.1 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്? താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ ആരെല്ലാമാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസണും എന്തുകൊണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആയെന്ന് നമ്മൾ റീസണും എഴുതണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എ. there are 35 days in a month. ഒരു മാസത്തിൽ 35 ദിവസമുണ്ട്. വായിക്കുമ്പോൾ തന്നെ അറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സെൻറ്റൻസ് എന്താണ്, ഒരു ഫോൾസ് ആണ്. അപ്പോൾ സെൻറ്റൻസ് ഫോൾസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം? സിൻസ് ദ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത് ഈസ് 31. ഒരു മാസം കൂടിപ്പോയാൽ 31 ദിവസമുണ്ട്. Therefore, this sentence is a statement which is false. ഈ സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഇതൊരു ഫോൾസ് സെൻറ്റൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആകുമോ? മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആകുമോ? ഇല്ല. കാരണം എന്താണ്, ഓരോരോ വ്യക്തികളുടെ അടിസ്ഥാനത്തിലാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പാട് അല്ലെങ്കിൽ എളുപ്പം ആകുന്നത്. ചില ആൾക്കാർക്ക് എന്തായിരിക്കും, മാത്സ് എളുപ്പമായിരിക്കും, ചിലർക്കത് പാടായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് ഈസ് എ ട്രൂ ഫോർ സം ആൻഡ് ഫോൾസ് ഫോർ അതേഴ്സ്. അത് കുറച്ച് പേർക്ക് മാത്സ് ഡിഫിക്കൽട്ടാണ് എന്ന് പറയുന്ന കാര്യം ശരിയായിരിക്കും, കുറച്ച് പേർക്ക് മാത്സ് എളുപ്പമായിരിക്കും. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്താണ്, അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ സെൻറ്റൻസ് ആണ്. ഓപ്പൺ സെൻറ്റൻസ് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നില്ല. Therefore, this is not a statement. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 5 and 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. 5ഉം 7ഉം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 10നേക്കാളും കൂടുതലായിരിക്കണം. നമുക്കറിയാം 5 + 7 = 12 ആണല്ലേ. 5നെയും 7നെയും കൂടെ കൂട്ടിയാൽ നമുക്ക് 12 കിട്ടും. 12 എന്ന് പറയുന്ന സംഖ്യ 10നേക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സെൻറ്റൻസ് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇനി ഡി സബ് ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ആൻ ഈവൺ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ അതൊരു ഈവൺ നമ്പർ ആയിരിക്കണം. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ദിസ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, നമുക്കറിയാം 3 സ്ക്വയർ = 9 ആണ്. 3യുടെ സ്ക്വയർ എടുത്താൽ 9 കിട്ടും. ഈസ് നോട്ട് ആൻ ഈവൺ. അതൊരു ഈവൺ നമ്പർ അല്ല. പക്ഷേ 2ൻ്റെ സ്ക്വയർ എന്താണ്, 4. അതൊരു ഈവൺ നമ്പറാണ്. പക്ഷേ 5ൻ്റെ സ്ക്വയർ 25 ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. അതൊന്നും ഒരു ഈവൺ നമ്പർ അല്ല. അപ്പോൾ ജനറലായിട്ടാണ് ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ആൻ ഈവൺ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ അതൊരു ഈവൺ നമ്പർ ആയിരിക്കും. പക്ഷേ അതെന്താണ്, ഒരു ഫോൾസ് ആണല്ലേ. ഈ സെൻറ്റൻസ് ഒരു ഫാൾസ് ആണ്. കാരണം എന്താ, 3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 ആണ് കിട്ടുന്നത്. 9 ഒരിക്കലും ഒരു ഈവൺ നമ്പറല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്, ഫോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. 3 സ്ക്വയർ = 9 ഈസ് നോട്ട് ഈവൺ. അത് 3 സ്ക്വയർ = 9 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ അല്ല. ഇനി സബ് ക്വസ്റ്റ്യൻ ഇ, ദ സൈഡ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഹാസ് ഈക്വൽ ലെങ്ത്. നമുക്കറിയാം ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള ഫിഗറുകളെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രപ്പീസിയം, ഐസോസ്ലസ് ട്രപ്പീസിയം, പാരലോഗ്രാം എന്നിവയൊക്കെ ക്വാഡ്രിലാറ്ററലിന് എക്സാമ്പിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൈഡ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഹാസ് ഈക്വൽ ലെങ്ത്. ക്വാഡ്രിലാറ്ററിൻ്റെ സൈഡുകളെല്ലാം തുല്യമായിരിക്കണം. ഇതൊരു സെൻറ്റൻസ് ആണ്. പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ?
അല്ല. കാരണം എന്താ? ഈ സെൻറ്റൻസ് ട്രൂ ആകുന്നത് എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ്, അല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ അല്ലെങ്കിൽ എന്ത് പറ്റും? അത് ഈ സെൻറ്റൻസ് തെറ്റാകും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ട്രൂ ആകാം, അല്ലെങ്കിൽ അത് ശരിയാകാം. അതിൻ്റെ സൈഡ് ഈക്വൽ ആകുന്നതിനെ അടിസ്ഥാനത്തിലാണ് അത് ശരി തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ദി സെൻറ്റൻസ് വിച്ച് ക്യാൻ ബി ട്രൂ ഇഫ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ ബട്ട് ഫോൾസ് അതർവൈസ്, ദെയർഫോർ ദിസ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എഫ്, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്, ഇതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ശരിയോ തെറ്റോ ഒന്നും ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ദിസ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഇനി ജി ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് -1 ആൻഡ് 8 ഈസ് 8. അതായത് -1നെയും 8ൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 8 കിട്ടണമെന്ന്. ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, -1 × 8 എന്തേ കിട്ടത്തുള്ളൂ? -1 × 8 ചെയ്യുമ്പോൾ -8 ഉത്തരം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റും ആണ്. ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി എച്ച്, ദ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എടുക്കുമ്പോൾ 180 ഡിഗ്രി കിട്ടണമെന്ന് നമുക്കറിയാം, അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ദി സെൻറ്റൻസ് ഈസ് ട്രൂ. ഈ സെൻറ്റൻസ് ട്രൂ ആണ്. We know that sum of interior angles of a triangle is 180 degree. ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എടുക്കുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി 8th സബ് ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് എ വിൻഡി ഡേ. ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഓപ്പൺ സെൻറ്റൻസ് ആണ്. കാരണം ആ ദിവസത്തിൽ മാത്രമേ, കാറ്റുള്ള ദിവസം മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ടുഡേ ഈസ് വിൻഡി ഡേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടുഡേ, എസ്റ്റർഡേ, ടുമാറോ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസൊക്കെ ഓപ്പൺ സെൻറ്റൻസ് ആണ്. ഓപ്പൺ സെൻറ്റൻസ് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ടുഡേ ഈസ് എ വിൻഡി ഡേ ഈസ് ട്രൂ ഓൺ വിൻഡി ഡേയ്സ്. അത് ശരിയാകുന്നത് വിൻഡി ഡേയ്സ്, കാറ്റുള്ള ദിവസങ്ങളിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഈ സെൻറ്റൻസ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ജേത്ത് സബ് ക്വസ്റ്റ്യൻ. ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പർ. എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമുക്കറിയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം എന്താ? സെൻറ്റൻസ് ട്രൂ ആണ്. കാരണം എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? അതിനൊരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കാണും. ഒരു ജനറൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ a+bi. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്ക് a+bi ഫോമിൽ എഴുതാൻ പറ്റും. ഇവിടെ ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത് 0 ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിനും ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ സിൻസ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പർ, എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിയൽ നമ്പേഴ്സിന് ഇമാജിനറി പാർട്ടായിട്ട് 0 വരും. ഇനി എക്സസൈസിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് 3 എക്സാമ്പിൾസ് ഓഫ് സെൻറ്റൻസ് വിച്ച് ആർ നോട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഗിവ് റീസൺ ഫോർ ദ ആൻസേഴ്സ്. അതായത് കുറച്ച് സെൻറ്റൻസുകൾ, സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്ത സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആയില്ല എന്നതിന് റീസണും കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഡു യുവർ ഡ്യൂട്ടി. ഇതൊരു ഓർഡറിങ് സെൻറ്റൻസ് ആണ്. അതായത് നമ്മൾ ആജ്ഞാപിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഇതൊരു സെൻറ്റൻസ് ആണ്, പക്ഷേ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് സിൻസ് ഇറ്റ് ഈസ് ആൻ ഓർഡർ. ഇതൊരു ഓർഡർ ആണ്. ഇനി 2ാമത്തെ ആൻസർ, ഹൗ ഈസ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ സുഹൃത്തിന് സുഖമാണോ എന്നൊരു ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ ഇത്. ഇത് നമുക്കൊരിക്കലും ശരിയോ തെറ്റോ എന്ന് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് സിൻസ് ഇറ്റ് ഈസ് എൻ ഇൻട്രോഗേറ്റീവ് ടൈപ്പ്. ഇതൊരു ഇൻട്രോഗേറ്റീവ് ടൈപ്പാണ്, അതായത് ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഇനി മൂന്നാമത്തത് ഹൗ ബ്യൂട്ടിഫുൾ. ഇത് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്, അതായത് ആശ്ചര്യം കൊണ്ട് പറയുന്നൊരു സെൻറ്റൻസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇത് നമുക്ക് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് സിൻസ് ഇറ്റ് ഈസ് എൻ എക്സ്ക്ലമേഷൻ. ഇതൊരു എക്സ്ക്ലമേഷൻ ആണ്.